Are you gearing up and dreaming of an experience that will change your life? Let us at Perception Globe help you make that dream a reality. With our main offices based in London, we aim to reach everyone globally to help make your future decision the right one. With vibrant new opportunities blooming in the UK for nursing students, our expert advisors will help you in every possible way. Our service extends to countries such as UK, US, Canada, New Zealand and Australia. We will make sure that the university you choose is the right one for you, guide you through your immigration and do all your application process free of charge. If you're thinking about making your dreams a reality, get in touch with us. Hello everyone, welcome to Perception Globe UK. പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന എല്ലാവർക്കും പേടിയും സംശയങ്ങളും ഉണ്ടാകും. അതും UK പോലുള്ള സ്ഥലങ്ങളിൽ. ആ പേടി മാറ്റാനാണ് ഞങ്ങളും ഈ യൂട്യൂബ് ചാനലും. ഞങ്ങളുടെ ഫേമിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞങ്ങൾ UK സെറ്റിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ലൈവ് അപ്ഡേറ്റ്സ് ഡയറക്റ്റ് കോണ്ടാക്ട് ത്രൂവോ ഇമെയിൽ ത്രൂവോ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പെർസെപ്ഷൻ ഗ്ലോബ് യുകെയിലൂടെ യുകെയിലെത്തുന്ന ഞങ്ങളുടെ സ്റ്റുഡൻസിന് പിക്കപ്പ്, അക്കോമഡേഷൻ ആൻഡ് പാർട്ട് ടൈം ജോബ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യുകെയിലെ 30ഓളം യൂണിവേഴ്സിറ്റീസുമായി ടൈപ്പുള്ള ഞങ്ങളുടെ ഫേമിലേക്ക് ബന്ധപ്പെടാൻ ഈ കാണുന്ന അഡ്രസ്സിലേക്കോ ഇമെയിൽ ഐഡിയിലേക്കോ കോണ്ടാക്ട് ചെയ്യുക. Perception Global Limited UK. Trust us for your bright future. So hello everyone, my name is Rosalio and I work as an associate lecturer at Anglia Ruskin University. ഈ ജേർണി തുടങ്ങിയപ്പോഴും ഞാൻ നിങ്ങളെ മാതിരി തന്നെയായിരുന്നു. ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ടാണ് UK വന്നത്. ഞാൻ ആദ്യം എന്റെ ഫൗണ്ടേഷൻ ചെയ്തു കേംബ്രിഡ്ജിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തു undergraduate mechanical engineering ചെയ്തു കഴിഞ്ഞിട്ട് I passed with first class. So യൂണിവേഴ്സിറ്റിയിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു that if you pass with then you can do PhD via progression from MPhil. So മാസ്റ്റേഴ്സ് ചെയ്യാതെ തന്നെ എനിക്ക് PhD സ്റ്റാർട്ട് ചെയ്യാൻ MPhil ചെയ്തിട്ട് PhD സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ PhD ചെയ്യുവാണ്. അതിന്റെ കൂടെ തന്നെ അസോസിയേറ്റ് ലെക്ചറർ ആയിട്ട് വർക്ക് ചെയ്യുകയുമാണ്. സോ ഐ ഗെസ് നിങ്ങളിപ്പോ എല്ലാവരും ഉള്ള ഒരു ഞാൻ ഒരു 7 years 8 years ബാക്ക് ഏത് സ്റ്റേജിലായിരുന്നു ആ ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങളിപ്പോ മോസ്റ്റ് ലൈക്ലി ഉള്ളത്. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഹയർ എഡ്യൂക്കേഷനിലേക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസും ഇത് നോക്കുന്നതിന്റെ മുമ്പ് I just want to share 3 tips with you, just 3 points that I think you should consider before you make the decision to go abroad and study. സോ ആദ്യത്തെ കാര്യം, ഇപ്പൊ ഞാനും ഈ ഡിസിഷൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര എളുപ്പമുള്ള കാര്യമായിരിക്കും, ജസ്റ്റ് ഇവിടെ വന്നിട്ട് പഠിക്കുക, അത് മാത്രമല്ലേ ചെയ്യാനുള്ളൂ. പക്ഷെ ഇൻ റിയാലിറ്റി അത് മാത്രമല്ല. ഇവിടെ പഠിക്കാനും ഇവിടെ ഒന്ന് സെറ്റിൽ ആവാനും നല്ലൊരു സ്റ്റുഡന്റ് ലൈഫ് കൊണ്ടുപോകാനും യു നീഡ് ടു ബി ഡിറ്റർമിൻഡ് ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ. സോ ചില ആൾക്കാർ വിചാരിക്കുമായിരിക്കും പുറത്തു വന്ന ലൈഫ് പിന്നെ ഇച്ചിരി ഈസി ആയിരിക്കും, ചിലപ്പോൾ സ്റ്റഡീസ് ഇച്ചിരി ഈസി ആയിരിക്കും. പക്ഷെ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എഡ്യൂക്കേഷനിലേക്കുള്ള ഒരു പെർസ്പെക്റ്റീവ് നിങ്ങൾ നോക്കില്ല. യു ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഫേസ് ചാലഞ്ചസ്. ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ സെറ്റിൽ ആവാനും എല്ലാത്തിനും വേണ്ടി ഇച്ചിരി ചാലഞ്ചസ് ഉണ്ടാവും ഒരു പ്രത്യേക സെറ്റിൽ ആവാനായിട്ട്. സോ അതൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ് ഹയർ എഡ്യൂക്കേഷന് പോണതിന്റെ മുമ്പ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന്, ഏത് സ്ഥലത്താണ് നിങ്ങൾ പോണേ. ഇപ്പൊ യൂറോപ്പ് ആവാം, ചില ആൾക്കാർ ചിലപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ കാനഡ, അമേരിക്ക, അങ്ങനെ കുറെ ഡിഫറെന്റ് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ വരുവാണെങ്കിൽ യുകെയിലും യു ഹാവ് മെനി ഡിഫറെന്റ് പ്ലേസസ്, മെനി ഡിഫറെന്റ് യൂണിവേഴ്സിറ്റീസ് ദാറ്റ് യു ക്യാൻ ഗോ ആൻഡ് ജോയിൻ ഇൻ ടു. സോ ഏത് യൂണിവേഴ്സിറ്റിയാണ് ജോയിൻ ചെയ്യേണ്ടത്, ഏത് കോഴ്സാണ് ജോയിൻ, ഇതിനെ കുറിച്ച് എല്ലാം ഇൻഫർമേഷൻ ഇപ്പൊ ഓൺലൈൻ ഇന്റർനെറ്റിലുണ്ട്. സോ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന ഒപ്പീനിയൻസിൽ മാത്രം റിലൈ ചെയ്യാതെ നിങ്ങളും ഓൺലൈനിൽ പോയിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റിസർച്ച് ചെയ്യണം. ഈ യൂണിവേഴ്സിറ്റി തന്നെയാണോ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണോ ഇത്, ഈ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്നത് ആ കോഴ്സ് അക്രഡിറ്റഡ് കോഴ്സ് ആണോ, അല്ലയോ നിങ്ങൾക്ക് വേണ്ട എല്ലാം ആ ഒരു യൂണിവേഴ്സിറ്റി കവർ ചെയ്യുന്നുണ്ടോന്ന് നിങ്ങൾ തന്നെ ഓൺലൈനിൽ പോയിട്ട് അത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പൊ പെർസെപ്ഷൻ ഗ്ലോബും അങ്ങനെ കുറെ ഏജൻസീസ് ഉണ്ട്. ലൈക് പെർസെപ്ഷൻ ഗ്ലോബ് ഇസ് ഹിയർ to help
if you are struggling with any of these decisions. But however, ultimately ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ആരുടെയും പേരിൽ ബ്ലെയിം ഇടാൻ പറ്റില്ല, saying ഓ അവർ നമ്മളോട് ഇത് പറഞ്ഞു. No, because if you go online, you can do your own research and you can find out and gather all the information that you want to. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ ഒരു ഒരു ഇൻഡെപ്ത് ആയിട്ട് അവരുടെ സ്റ്റുഡന്റ് ലൈഫ് എങ്ങനെയാണ്, അവരുടെ കോഴ്സസ് എങ്ങനെയാണ് എന്നൊക്കെ അറിയുന്നെങ്കിൽ തന്നെ ലിങ്ക്ഡിനിൽ പോയിട്ട് അവിടെ പഠിക്കുന്ന കൊച്ചുങ്ങളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. എന്നിട്ട് അവരോട് വേണമെങ്കിൽ ഒപ്പീനിയൻ ചോദിക്കാം, ആ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, ആ സ്പെസിഫിക് കോഴ്സ് എങ്ങനെയുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്വൈസ് എടുക്കാൻ പറ്റും. സോ ഡോണ്ട് ജസ്റ്റ് സ്റ്റിക്ക് അറൌണ്ട് വിത്ത് ദി സർക്കിൾ, ജസ്റ്റ് എക്സ്പെക്ട് റിസോഴ്സസ് ഫ്രം എനിവെയർ ദാറ്റ് യു ക്യാൻ. പിന്നെ ഒരു ഡിസിഷൻ, കാരണം ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുക്കുന്നത് ഒരു വലിയ ഡിസിഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് പുറത്ത് പോയിട്ട് പഠിക്കാം എന്ന് മാത്രമുള്ള ഡിസിഷൻ ആയിരിക്കും. പക്ഷേ 5 years down the line, you might think that this is the place that you want to settle in. ചിലപ്പോൾ പിന്നെയുള്ള നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചിലപ്പോൾ സെറ്റിൽ ചെയ്തിട്ട് അവിടെ തന്നെ പിന്നെ നിങ്ങളുടെ അഡൾട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യും. സോ ഇറ്റ്സ് എ വെരി ബിഗ് സ്റ്റെപ്പ് ആൻഡ് യു നീഡ് ടു തിങ്ക് വേ ഫർദർ അഹെഡ്. അത് ഞാൻ പറ്റിയൊരു കാര്യമാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ ഞാൻ ജസ്റ്റ് പഠിക്കും, ഇവിടെ പറ്റുവാണെങ്കിൽ ഇച്ചിരി എക്സ്പീരിയൻസ് കിട്ടും, എന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും. പക്ഷെ ഇപ്പോൾ എന്റെ പെർസ്പെക്റ്റീവ് വെച്ച് കാരണം ഇവിടെ കിട്ടുന്ന അതേ സെയിം ഓപ്പർച്യൂണിറ്റീസ് ചിലപ്പോൾ എനിക്ക് നാട്ടിൽ കിട്ടിയില്ല എന്ന് വരും. സോ ഇവിടെ തന്നെ ഇച്ചിരി നാളും കൂടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് പറ്റുന്ന അത്രയും എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നെ നാട്ടിലേക്ക്, അങ്ങനെ എന്റെ ഫ്യൂച്ചറിന്റെ ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറി. സോ അതേമാതിരി തന്നെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ തന്നെ you need to really evaluate what's your goal. നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്തിട്ട് വർക്ക് ചെയ്യാനാണോ, ഇവിടെ സെറ്റിൽ ചെയ്യാനാണോ നിങ്ങളുടെ പ്ലാൻ, അല്ലയോ ജസ്റ്റ് പഠിച്ചിട്ട് ഇച്ചിരി എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് തിരിച്ചു പോയിട്ട് നാട്ടിലോ വേറെ കൺട്രീസിലോ പോകാനാണ്. അതെല്ലാം നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിന്റെ മുമ്പ് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ അബ്ദുൽ സാർ പറഞ്ഞായിരുന്നു പാർട്ട് ടൈം ജോലിയും ഇതെല്ലാം ചെയ്യണതിനെ കുറിച്ച്. വൺ തിങ് ഐ ക്യാൻ ടെൽ യു, UK-ല് എക്സ്പെൻസ് നല്ല കൂടുതലാണ്. ഓക്കെ, സോ നാട്ടിലുള്ള ആ ഒരു രീതിയിലുള്ള എക്സ്പെൻസ് അല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ നല്ല ആവശ്യത്തിന് എക്സ്പെൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഒരു പാർട്ട് ടൈം ജോലി നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് 20 hours മാത്രമാണ് മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഹോളിഡേ പീരിയഡിൽ നിങ്ങൾക്ക് ഫുൾ ടൈം വേണമെങ്കിൽ വർക്ക് ചെയ്യാം. ജോലി എക്സ്പെൻസസ് എല്ലാം ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ യൂണിവേഴ്സിറ്റി ഫീസ് ചിലപ്പോൾ ആ പൈസയും കൊണ്ട് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ പറ്റൂല്ലായിരിക്കും. കാരണം അതൊരു ഡിഫിക്കൽട്ട്. ഇപ്പൊ ഞാൻ എന്നെ തന്നെ നോക്കിയാൽ, ഞാൻ പാർട്ട് ടൈം വർക്ക് ചെയ്ത സമയത്തുള്ള നോക്കിയാൽ ചിലപ്പോൾ പാർട്ട് ഓഫ് മൈ യൂണിവേഴ്സിറ്റി ഫീസ് എനിക്ക് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ ഫുൾ യൂണിവേഴ്സിറ്റി ഫീസ് ആ ഒരു പാർട്ടിൽ കവർ ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ ഇവിടെ വരുമ്പോൾ യെസ്, പാർട്ട് ടൈം ജോലി കിട്ടാൻ തന്നെ ഒരു മേ ബി 2-3 months ചിലപ്പോൾ നിങ്ങൾ എടുക്കുമായിരിക്കും. കറക്റ്റ് പ്ലേസിൽ പോയിട്ട് നോക്കി കണ്ട് ജോയിൻ ചെയ്യാനായിട്ട് 3 months എടുക്കുമായിരിക്കും. സോ അത്രയും നാളും നിങ്ങളെ സർവൈവ് ചെയ്യാനുള്ള ഫണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ അത് മാത്രമല്ല, ഫുൾ ട്യൂഷൻ ഫീസ് ഈ ഒരു പാർട്ട് ടൈം ജോലിയിലെ ഫണ്ടില് ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. സോ അതുകൊണ്ട് തന്നെ അതിനും ഒരു ബാക്കപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ജസ്റ്റ് ഇൻ കേസ് നിങ്ങളുടെ പാർട്ട് ടൈമിൽ ഇത്ര ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂവെങ്കിൽ പേ ചെയ്യാനായിട്ടുള്ള ഒരു ബാക്കപ്പ് ദാറ്റ് യു ഷുഡ് കൺസിഡർ ഇറ്റ് ആൻഡ് യു ഷുഡ് ഹാവ് ഇറ്റ്. പിന്നെ ലാസ്റ്റ് തേർഡ് പോയിന്റ് ഇസ്, ഇവിടെ UK-യിലുള്ള ടീച്ചിങ് സ്റ്റൈൽ നാട്ടിലുള്ള ടീച്ചിങ് സ്റ്റൈലിനെക്കാളും വളരെ വ്യത്യാസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഡിസ്ട്രാക്ട് ആയി പോകാനായിട്ട് വളരെ ഈസിയാണ്. ഞാൻ എന്റെ കുറെ ഫ്രണ്ട് ഉണ്ട്, അവര് നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ UK-യിൽ വരുന്നത്. പക്ഷെ വന്നു കഴിഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആയി പോകും. ക്ലബിങ്, നൈറ്റ് ലൈഫ്, ഫ്രണ്ട്സ് സർക്കിൾ, അങ്ങനെ പല രീതിയിൽ പോയിട്ട് അവരുടെ മെയിൻ എയിമിന് ഡിസ്ട്രാക്ട് ആയി പോകും. എന്നിട്ട് അവർ ആ റിയലൈസ് ചെയ്യണത് ആ 3 yearsന്റെ എൻഡിലാണ് അവർ റിയലൈസ് ചെയ്യുന്നത്, ഓ ഐ ആക്ച്വലി വെരി ഇൻ ഹിയർ. സോ അതേമാതിരി തന്നെ ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ വന്നാൽ തന്നെ ഇവിടെ വെൻ യു കം ഹിയർ യു വിൽ ഫൈൻഡ് 101 reasons to distract yourself. കുറെ കാര്യം ഡിസ്ട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ഇവിടെ. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മെയിൻ ഗോൾ ഒരിക്കലും മറക്കില്ല. ഇത്രയും പൈസയും ഇതെല്ലാം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാനായിട്ടാണ് വരുന്നത്. അപ്പൊ എന്ത് സറൗണ്ടിങ്ങിൽ ഉണ്ടെങ്കിലും അതായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് പ്രൈമറി ഗോൾ. പിന്നെ ജോബ് വൈസ് ആണെങ്കിലും നാട്ടിൽ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് അത് കിട്ടാനായിട്ട് അത്രയും എളുപ്പമല്ല.
സെയിം പ്രിൻസിപ്പൽ അപ്ലൈസ് ഇൻ ദ UK as well. ഇവിടെയും നിങ്ങൾ ഒരു ജോബിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി കിട്ടൂല. നിങ്ങൾ ട്രൈ ചെയ്യണം. ഒരു 10-20 കമ്പനീസിൽ അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂസിന് പോയി ഇന്റർവ്യൂസിന്റെ ഓരോരോ സ്റ്റേജസ് പാസ്സായിട്ടാണ് നിങ്ങൾക്കൊരു ജോബ് കിട്ടുന്നത്. സോ അതേ സെയിം ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഇവിടെയും ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം മനസ്സിൽ വെക്കേണ്ടത് ഇവിടെ ജോബ് ഒക്കെ തുടങ്ങുമ്പോൾ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒരാൾക്കൊരു ജോബ് കൊടുക്കുവാണ്, ഇന്ത്യയിൽ ഒരു ഫോറിനർ ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ യു വുഡ് ഓൾവേസ് വാണ്ട് ദി കമ്പനി ടു പ്രിഫർ ഇന്ത്യൻസ് ബിഫോർ ദി ഫോറിനർ, isn't it? സോ അതേമാതിരി യുകെയിൽ വരുമ്പോഴും ഒരു ജോലിക്ക് വേണ്ടി obviously UK government will look for British people first and then they will look into international people. So ആ ഒരു ഇന്റർനാഷണൽ ആ ഒരു ജോബിലേക്ക് വേണ്ടി അവർ സെലക്ട് ചെയ്യണമെങ്കിൽ you should have higher skills than what the British person already has. So that's one thing you should consider as well. So ജോലി കിട്ടുന്നത് it's possible, കിട്ടും, പക്ഷെ നാട്ടിലുള്ള അതേ സെയിം ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഇവിടെയും ഉണ്ട്. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. സോ ഇൻ കൺക്ലൂഷൻ, നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങൾ എടുക്കുന്നതിന്റെ മുമ്പ് നല്ലതായിട്ട് റിസർച്ച് ചെയ്യണം. ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് കോഴ്സ് ആണ്, ആ കോഴ്സ് നിങ്ങൾക്ക് ആ കോഴ്സ് അക്രഡിറ്റഡ് ആണോ, ആ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂൾസ് എല്ലാം കണ്ടോ, അതെല്ലാം നിങ്ങൾ ഓൺലൈനിൽ പോയിട്ട് റിസർച്ച് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ലിങ്ക്ഡിനിൽ പോവുക, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ബാക്കിയുള്ള സ്റ്റുഡൻസ് ആയിട്ട് എന്നിട്ട് അവരുടെ ഒപ്പീനിയൻസ് ഗ്യാദർ ചെയ്യുക. അവരുടെ ഒപ്പീനിയൻ എന്താ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണ അവരുടെ ആ നിങ്ങളുടെ കോഴ്സ് ചെയ്യുന്ന ആൾക്കാരെയും നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരോട് ഒപ്പീനിയൻസ് ചോദിക്കുക, ഒക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഒപ്പീനിയൻ എന്തായിരുന്നു ആ കോഴ്സിനെ കുറിച്ചെന്ന്. സോ പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ഇച്ചിരി നേരം മുമ്പ് അബ്ദുൾ സർ പറഞ്ഞു, അവര് സ്പോൺസേർഡ് കോഴ്സസും ഉണ്ട്, സ്പോൺസേർഡ് PhD ടോപ്പിക്സും ഉണ്ട്. സോ ചില യൂണിവേഴ്സിറ്റീസ് ഒരു സ്പെസിഫിക് PhD ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫീസ് പേ ചെയ്യേണ്ടി വരില്ലായിരിക്കും. സോ ഫീസ് പേ ചെയ്യാതെ പക്ഷെ അവരുടെ ടോപ്പിക്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യണം. സോ അങ്ങനെ ഫുള്ളി ഫണ്ടഡ് PhD ഓപ്ഷൻസും അവൈലബിൾ ഉണ്ട് ചില യൂണിവേഴ്സിറ്റീസിൽ. അങ്ങനെ തന്നെ ചെയ്യാനായിട്ടും ചില സബ്ജക്ട്സിൽ അവൈലബിലിറ്റി ഉണ്ട്. ബട്ട് അഗൈൻ ദാറ്റ്സ് ഫോർ യു ടു ഗോ ആൻഡ് റിസർച്ച്. ആൻഡ് പിന്നെ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ഇതിൽ എന്തെങ്കിലും നിങ്ങൾ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ then obviously Perception Globe is here to help you out. So that's my feedback about studying in the UK and just giving you a gist about how life will be in here. But the decision is up to you. So make sure you guys do your own research and you get the right people to guide you through the next step that you are undertaking. So thank you all. ആദ്യമായിട്ടാണ് ഇതുപോലെ ഇത്രയും ഒരു ആൾക്കാരെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നത്. എനിക്കിപ്പോ ഈ റുസാലിയോ പറഞ്ഞതുപോലെ ഒരു റെപ്യൂട്ടഡ് എന്നുള്ള ഒരു റെപ്യൂട്ടഡ് ഡിഗ്രി ഒന്നും എന്റെ പേരിലില്ല. ഞാനും നിങ്ങളെല്ലാവരെയും പോലെ തന്നെ ഒരു സാധാരണ കോളേജിൽ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനിലെ ഒരു കോളേജിൽ നിന്നും ബിടെക് പാസ്സായവരാണ്. അതും വളരെ നല്ല മാർക്കോടുകൂടി ഒന്നും പാസ്സായതല്ല, നമ്മളെ എല്ലാവരെയും പോലെ തന്നെ സപ്ലൈ അടിച്ച് തട്ടിയും മുട്ടിയൊക്കെ പാസ്സായതാണ്. പക്ഷെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പാസ് പെർസെന്റേജ് 50% ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ്സിലോട് കൂടി പാസ്സാകാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ 2016 പാസ്സാവേണ്ടതായിരുന്നു. സപ്ലൈ എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ 17 ആയി. അപ്പൊ മുമ്പിലൊരു ചോദ്യചിഹ്നം എന്ന് പറയുന്നത്, ഇനി എന്റെ കരിയറിൽ എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകും, മാസ്റ്റേഴ്സ് ചെയ്യണോ, ഗേറ്റ് എഴുതണോ, അത് പുറത്തു പോയി ചെയ്യണോ, MBA എടുക്കണോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഗേറ്റിന്റെ കോച്ചിങ്ങിന് പോയി. അല്ല, നമ്മുടെ നാട്ടിലെ ഒരു പരമ്പരാഗത രീതി വെച്ചിട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമേ സപ്ലൈ ക്ലിയർ ചെയ്യുന്ന ടൈമിൽ PSC കോച്ചിങ്ങിന് പോകുമല്ലോ. അങ്ങനെ ഞാനും PSC കോച്ചിങ്ങിന് പോയി. സപ്ലൈ ഉള്ള ടൈമിലുള്ള അത്രോടത്തോളം കാലം PSC കോച്ചിങ്ങുമായിട്ട് മുമ്പോട്ട് പോയി. സപ്ലൈ ക്ലിയർ ആയി കഴിഞ്ഞപ്പോഴേക്കും വീട്ടുകാർ പറഞ്ഞു, PSC ഇപ്പൊ ഇത്ര നാൾ പോയില്ല, ഇനിയിപ്പോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് കോച്ചിങ്ങിന് പോയി. ബാങ്ക് കോച്ചിങ് കുറെ നാൾ മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് എന്നാൽ പിന്നെ കാറ്റ് കോച്ചിങ്ങിന് പോവാം. അങ്ങനെ കാറ്റ് കോച്ചിങ്ങിന് പോയി ചേർന്നു. കാറ്റും ബാങ്കും ഒരുമിച്ച് കൊണ്ടുപോയി. അങ്ങനെ അവിടെ നിന്നും ഈ നാട്ടിലുള്ള ബിടെക് പിള്ളേരോടെല്ലാം കോമ്പറ്റീറ്റ് ചെയ്ത് അവരുമായിട്ട് ജയിക്കാനുള്ള ആ ഒരു കരിയർ കാലിബർ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഞാൻ ഫെയിലായി. അങ്ങനെ അവിടെ നിന്നും തോറ്റിട്ടാണ് ഞാൻ പിന്നെ ചിന്തിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യും. പിന്നെ റെസ്യൂമുമായിട്ട് ക്ലീഷേ പോലെ ചെന്നൈയിൽ എന്റെ റെസ്യൂമുമായിട്ട് കയറി ഇറങ്ങാത്ത കമ്പനികളില്ല. അറിയാലോ, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് സ്റ്റുഡന്റ് നാട്ടിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പൊ നിങ്ങൾ പലർക്കും ഇപ്പൊ അറിയില്ലെങ്കിലും കുറച്ചു നാൾ കഴിയുമ്പോൾ അത് അറിഞ്ഞോളൂ. അപ്പോ അതുമായിട്ട് ചെന്നൈയില് ഇതുപോലെ ഇണ്ടക്കൻ സെൽഫി സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ നാട്ടുകാരുടെ പുച്ഛവും വീട്ടുകാരുടെ മുഖം മാറ്റവും. പണ്ടൊക്കെ മമ്മി ചായ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് തരുമായിരുന്നു, പിന്നെ അടുക്കളയിൽ പോയി എടുത്തു കുടിക്കേണ്ട അവസ്ഥയായി.
ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഈ മീശയും താടിയും വെച്ച് വീട്ടിൽ ഇനിയും എന്റെ ചെലവിനുള്ള പൈസ ചോദിക്കണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഓപ്ഷൻ, ഒരു അവസാന ചാൻസും കൂടെ താ, ഞാൻ എന്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ ഇതിൽ പോവുകയാണ്. അപ്പോൾ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത് IELTS വേണ്ട, +2 60% അപ്പോൾ മാർക്കുള്ള സ്റ്റുഡൻസിന് IELTS വേണ്ട എന്നൊരു നിയമം UK കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഒരു കോഴ്സ് കഴിയുന്ന സ്റ്റുഡൻസിന് 2 years സ്റ്റേ ബാക്ക്. നമ്മൾ ഏത് കോഴ്സാണോ പഠിച്ചത് ആ കോഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് കണ്ടെത്താനായിട്ട് 2 years സ്റ്റേ ബാക്ക് ടൈം UK പ്രൊവൈഡ് ചെയ്യുന്നു. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിനും എല്ലാത്തിനുമായ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇതാണ്. ഇനി ഇതൊന്നും ചിന്തിക്കേണ്ട. എന്റെ കാറ്റ് കോച്ച്, ഞാൻ പോകാത്ത കോച്ചിങ് ഇല്ല നാട്ടിൽ. എല്ലാവരുടെയും അവസ്ഥയൊക്കെ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. PSC പോയി, ഗേറ്റ് പോയി, SSC പോയി, കാറ്റ് പോയി, ഇതെല്ലാം പോയ പോലെ തന്നെ അതൊന്നും ക്രാക്ക് ചെയ്യാനും എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെ തന്നെ ഒരു സാധാ സ്റ്റുഡന്റ് ഞാനും അതുപോലെ പാസ്സായിട്ടാണ് ഞാൻ UK അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴാണെങ്കിൽ ഭാഗ്യത്തിന് കൊറോണ ഉച്ചയിൽ നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, UK വരുമ്പോൾ എനിക്ക് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഏത് യൂണിറ്റ് ചൂസ് ചെയ്യണം? ഒരു കൺസൾട്ടൻസിയിലേക്ക് ജസ്റ്റ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് അഭിപ്രായങ്ങൾ പറയും. നിങ്ങൾ അങ്ങനെ ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്ന കുറെ യൂണിവേഴ്സിറ്റി ഇതാണ്, നിങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാവും. അവരുമായിട്ട് ടൈപ്പ് ഉള്ള കുറെ യൂണിവേഴ്സിറ്റീസ് അവർ നമുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത് തരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇതല്ല. നമുക്ക് ഏത് കോഴ്സാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, മാസ്റ്റേഴ്സ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു MBA, ഒരു മാനേജ്മെന്റ് ലെവൽ കോഴ്സാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. എന്താണ് എന്റെ കാര്യം മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ഏത് കോഴ്സ് ഞാൻ ചൂസ് ചെയ്യണം, ഏതാണ് എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്ന ഫീൽഡ് ഏതാണ് എന്നൊരു വ്യക്തമായ ബോധ്യം. റസാലിയ പറഞ്ഞ പോലെ നമ്മളാണ് നമുക്ക് ആരെയും പഴി പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അവർ പറഞ്ഞു തന്ന ഒരു ഓപ്ഷൻ ഞാൻ സ്വീകരിച്ചു, അത് തെറ്റായി പോയി എന്ന് പറയുന്നതിലും നല്ലത് ഞാൻ എന്റെ ഓപ്ഷൻ സ്വീകരിച്ചു, എന്റെ ലൈഫ് ഞാൻ ചൂസ് ചെയ്തു, അതിൽ ഞാൻ ഹാപ്പി ആണോ അല്ലയോ അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ആളെ നമുക്ക് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ MSc മാസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്റെ മാസ്റ്റേഴ്സ് റൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ റിസർച്ച് റൂട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്റെ നാട്ടിൽ നിന്ന് BTech കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റെപ്യൂട്ടഡ് ഡിഗ്രി എന്ന് പറയുന്നത് MBA ഫ്രം UK എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ എന്റെ മനസ്സിൽ വന്നായിരുന്നു. അപ്പൊ ഞാൻ ചിന്തിച്ചു MBA ചെയ്യാം. പക്ഷേ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം, ഇപ്പോൾ റുസാലിയ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എക്സ്പീരിയൻസ് ഉള്ള സായിപ്പന്മാരുമായിട്ട് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ നാട്ടിലുള്ള സാധാരണക്കാരുമായിട്ട് PSC പോലും കോമ്പറ്റീറ്റ് ചെയ്ത് ജയിക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ. അപ്പൊ ഞാൻ എങ്ങനെ ഈ സായിപ്പന്മാരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്ത് MBA, അവർ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ ഒന്ന് ചെയ്യുന്ന ഒരാള് നമ്മുടെ നാട്ടിൽ നിന്ന് ഇതുപോലെ ഡിഗ്രിയും കഴിഞ്ഞിട്ട് വരുന്ന ഒരാളുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും മീൻസ് ആ ഒരു വിൽ പവർ എനിക്കില്ലായിരുന്നു പലർക്കും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല. ആ ഒരു വിൽ പവർ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ടെക്നിക്കൽ കോഴ്സിലേക്ക് തിരിഞ്ഞു. അങ്ങനെയാണ് ഞാൻ മാസ്റ്റേഴ്സ് എടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചെയ്യുന്ന കോഴ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരുപാട് കോഴ്സുമായിട്ട് കുറെ കൺസൾട്ടൻസി വരും, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഓയിൽ ആൻഡ് ഗ്യാസ്, അങ്ങനെ. പക്ഷെ നമുക്കത് ഇഷ്ടമുള്ള, നമ്മുടെ മനസ്സ് നമുക്കത് ചെയ്യാൻ പറ്റുമോ, നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ MSc മെക്കാനിക്കൽ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴേക്കും ഒരുപാട് യൂണിവേഴ്സിറ്റി, ഞാൻ 5 യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിലേക്കെല്ലാം ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ എനിക്ക് ഞാൻ അപ്ലൈ ചെയ്ത 5 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. കാരണം എനിക്ക് +2 എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 86% മാർക്ക് എനിക്ക് +2 ഉണ്ടായിരുന്നു. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും എന്റെ ആ ഒരു ഫയൽ അല്ലെങ്കിൽ എന്റെ ഒരു സ്റ്റുഡന്റ് പ്രൊഫൈല് ഇത്തിരി കൂടി ബാക്കി ഫ്രണ്ട്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് ആയിരുന്നു. എന്നാലും ഞാൻ വലിയ ഒരു ഇതെന്നല്ല പറയുന്നത്. 86% എന്ന് പറയുന്നത് ഒരു എബോവ് ആവറേജ്, അത്ര ഞാൻ ഉദ്ദേശിക്കുന്നു. ആ ഒരു ലെവലിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക, ആ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെന്ന് ഫസ്റ്റ് സെലക്ട് ചെയ്യുക, ആ കോഴ്സിന് പ്രാധാന്യം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ്, ആ യൂണിവേഴ്സിറ്റീസിന്റെ സിലബസ് പിന്നെ നമ്മൾ പോയി സെർച്ച് ചെയ്യുക. ആ സിലബസിനകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ. ഇപ്പൊ അടുത്ത് തന്നെ കുറെ, ഇപ്പൊ ഓരോ സ്റ്റുഡൻസിനും ഓരോ സബ്ജക്റ്റിനോട് ഒരു എന്താ, ഇപ്പോൾ ചില സ്റ്റുഡൻസിന് ഓട്ടോമൊബൈലിനോട് ഒരു പ്രണയം കാണും, അതുപോലെ തന്നെ വേറൊരു സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം കാണും. ചിലർക്ക് തെർമോഡൈനാമിക്സ് വേണ്ട, ചിലർക്ക് ഓട്ടോമൊബൈൽ, അല്ലെങ്കിൽ ചിലർക്ക് ഒരു സസ്റ്റൈനബിലിറ്റി, അങ്ങനെ കുറച്ച് സബ്ജക്ട്സിനോട് ഫേവർ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സിലബസ് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് വരുന്ന ഒരു സിലബസ്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും, നമ്മളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ തോന്നുന്ന സിലബസ് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് യൂണിവേഴ്സിറ്റി ഹെഡ്ഫോർഡ് ഷെയറിലെ സിലബസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗും തന്നെ മാനേജ്മെന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, അതായത് ടെക്നിക്കൽ പ്ലസ് മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിലബസ് ആണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ അങ്ങനെയാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തത്.
പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ ആ യൂണിവേഴ്സിറ്റി ലൊക്കേഷൻ, ഇപ്പൊ നമ്മുടെ സാറ് പറഞ്ഞത് ഇതൊരു റിമോട്ട് ഏരിയയിലാണ് ഈ ഒരു ക്യാമ്പസ് എന്ന് സാർ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ UK വരുമ്പോഴുള്ള ഏറ്റവും പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജസ് ആണ്. ഇപ്പൊ ഈ ഒരു പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ 2-3 months നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യം ലണ്ടനിലാണെങ്കിൽ മാക്സിമം നമുക്ക് വരുന്നില്ല. കാര്യം ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു പ്ലേസ് ആണ് ഈ ലണ്ടൻ. അപ്പോൾ ലണ്ടനിലുള്ള ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ലണ്ടനിൽ പോയി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസ്, അങ്ങനെ ഒരു ക്യാമ്പസും കൂടെ ഞാൻ സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഈ ഹെഡ്ഫോർഡ്ഷെയർ ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് അവിടുന്ന് £1000 ആണ് സ്കോളർഷിപ്പ് കിട്ടിയത്. അതേസമയം ഞാൻ ലാങ്കഷെയർ യുക്ലാൻ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തു. അവിടെ നിന്ന് എനിക്ക് £3000 വരെ സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫൈലും നമ്മുടെ മാർക്കും നമ്മൾ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞ ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ UK എന്ന് പറഞ്ഞ രാജ്യം സെലക്ട് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ നമ്മുടെ കാരണങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസും നമ്മുടെ മാർക്ക് ലിസ്റ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ നമ്മുടെ സ്കോളർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ എന്തുമാത്രം അപ്പീലിംഗ് ആണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് എല്ലാം കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ വന്ന കാര്യം, ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ വീട്ടിൽ ചോദിക്കാതെ ഫീസ് അടയ്ക്കുക എന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാൻ 40% ഫീസ് നാട്ടിൽ നിന്ന് അടയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ വിസ കൺവേർട്ട് ആവുള്ളൂ. ഞാൻ 40% നാട്ടിൽ നിന്ന് അടച്ചു. ഇപ്പോ എനിക്ക് ഈ മന്ത് എന്റെ ഫീസ് അടയ്ക്കുന്ന ഡേറ്റ് ആണ്. എനിക്ക് ഒരു ജസ്റ്റ് £750 കൂടെ എനിക്ക് ഷോർട്ട് ഉള്ളൂ ഫീസ് അടയ്ക്കാനായിട്ട്. അത് ഞാൻ ഇവിടെ വന്നിട്ട് പാർട്ട് ടൈം ചെയ്ത് തന്നെ ഉണ്ടാക്കിയതാണ് പൈസ. അപ്പോ പാർട്ട് ടൈം ചെയ്ത് പൈസ എടുക്കാം. നമുക്കിപ്പോ ഒരു ജോലി ചെയ്യാനുള്ള ഒരു വിൽ പവർ ഉണ്ട്, നമുക്ക് എന്തും ചെയ്യാം. നമ്മുടെ സ്റ്റഡീസും പാർട്ട് ടൈം ജോബും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നു. ആ സ്റ്റഡീസിനുള്ള ടൈം നമ്മൾ കണ്ടുക, അതുപോലെ തന്നെ പാർട്ട് ടൈമിനുള്ള ടൈം നമ്മൾ മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഇവിടെ ഫീസിന്റെ ഒരു 80% വരെ നമുക്ക് ഇവിടെ അടയ്ക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. മീൻസ് എന്റെ ലൈഫ് കൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോ ഇതാണ് എനിക്ക് നാട്ടിലുള്ള സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. നിങ്ങൾക്ക് മാർക്കില്ല, നിങ്ങൾക്ക് സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ മോശമാണ്, ഇതൊന്നും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. നമുക്ക് ഇത്രയും യൂണിവേഴ്സിറ്റീസ് UK എന്നുള്ള ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ വളരെ റെപ്യൂട്ടഡ് ആയ ഒരു ഡിഗ്രിയാണ്. എനിക്ക് എന്നെ പോലൊരു സ്റ്റുഡന്റിന് ഈ ഞാൻ അപ്ലൈ ചെയ്ത 5 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരികയും അതുപോലെ തന്നെ എനിക്ക് £3000, അതായത് 3000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ അറൌണ്ട് 3 lakh rupees വരും. അത്രയും രൂപ വരെ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ബാക്കി എല്ലാ സ്റ്റുഡൻസും എന്നെക്കാൾ ബെറ്റർ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അവർക്ക് എല്ലാവർക്കും എന്നെക്കാൾ ബെറ്റർ ആയിട്ടുള്ള സ്കോളർഷിപ്പും അതുപോലെ തന്നെ കരിയർ അഡ്വാൻസ്മെന്റും ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം ഈ ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുന്ന സ്റ്റുഡൻസിനോട്. Come on guys, എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. Don't worry. നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഞങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏത് ബ്രാഞ്ചാണ് അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ ചോദിക്കാൻ കുഴപ്പമാണെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഒരു എക്സ്റ്റേണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സർ, ഞാനിപ്പോ ഹലോ പറഞ്ഞു. ഹലോ സാർ, ഞാനിപ്പോ PG ചെയ്യാണ്, MCOM ചെയ്യാണ്. അപ്പൊ എനിക്ക് ഇത് കഴിഞ്ഞ് PhD ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പൊ എനിക്ക് പുറത്ത് വന്നാൽ എന്തൊക്കെ അല്ലെങ്കിൽ ബെറ്റർ യൂണിവേഴ്സിറ്റീസ്? Okay, I think Akhilade question വേണമെങ്കിൽ I don't know, Joseph, you went off in between. If you want to answer. That's it. അഖില ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവോ? അഖില ഇപ്പൊ ഏത് കോഴ്സാ ചെയ്യുന്നത്? ഞാനിപ്പോ MCOM ചെയ്യാണ്. ഓക്കെ, അപ്പൊ അഖിലക്ക് എവിടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി മീൻസ് MCOM കഴിഞ്ഞിട്ട് PhD ചെയ്യാനായിട്ടാണോ? PhD ചെയ്യാനായിട്ട്. അഖില, MCOMന് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് എനിക്കിപ്പോ കറന്റ്ലി അറിയത്തില്ല. മീൻസ് ഞാൻ ഇപ്പോൾ ടെക്നിക്കൽ കോഴ്സാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ. MCOMന്റെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതിയോ അഖില? അല്ലെങ്കിൽ ഞാനിപ്പോ Joseph, so അഖിലക്ക് ഇപ്പൊ PhD ചെയ്യണമെങ്കിൽ തന്നെ ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ PhD. കാരണം ഇപ്പൊ ഇവിടെ PhD ചെയ്യാൻ വരുവാണെങ്കിൽ 2 years സ്റ്റേ ബാക്ക് ഉണ്ട്, വിച്ച് ഇസ് ഡോക്ടറൽ എക്സ്റ്റൻഷൻ സ്കീം. സോ PhD ചെയ്ത് കഴിഞ്ഞിട്ട് 2 years സ്റ്റേ ബാക്ക് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യാം. പിന്നെ ചെയ്യണതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടീച്ചിങ് ജോബ്സ് അല്ലെങ്കിൽ റിസർച്ച് റിലേറ്റഡ് ജോബ്സ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഈസിയാണ്. സോ ഇത് കഴിഞ്ഞിട്ട്
പിന്നെ ചില യൂണിവേഴ്സിറ്റി അതിപ്പോ യൂണിവേഴ്സിറ്റീസിന്റെ പേര് അത് അഖിലയ്ക്ക് വേണ്ട ഏത് സബ്ജക്റ്റിലാണ് PhDയുടെ കോഴ്സ് ചെയ്യേണ്ടത്, ലൈക്ക് ഏത് ഫീൽഡിലാണ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റീസ് അതിൽ പോയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് അഖിലയ്ക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഓഫർ ചെയ്യണേനും. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് അവര് ചില സ്പോൺസേഡ് PhDs ഉണ്ടാവും. എന്ന് വെച്ചാൽ ചിലത്തില് അഖില PhD ചെയ്താൽ അഖിലയ്ക്ക് ഫീസ് പേ ചെയ്യേണ്ട, യൂണിവേഴ്സിറ്റി ഫീസ് പേ ചെയ്തോളും, പക്ഷെ അഖില ജസ്റ്റ് റിസർച്ച് മാത്രം കണ്ടക്ട് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക്. സോ ആ ഒരു ഓപ്ഷനും കൂടെ വേണമെങ്കിൽ അഖിലയ്ക്ക് വെക്കാം. പക്ഷെ PhDയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നല്ല യൂണിവേഴ്സിറ്റീസിൽ, ഇപ്പൊ ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ തന്നെ, ഞാൻ PhD ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ടീച്ചിങ്ങിന്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ഫസ്റ്റ് ഇയർ തീർക്കണതിന് മുമ്പ് തന്നെ ഞാൻ ടീച്ചിങ്ങിലേക്ക് കയറി അവിടെ യൂണിവേഴ്സിറ്റിയിൽ. സോ മോസ്റ്റ് ലൈക്ലി സെക്കൻഡ് ഓർ തേർഡ് ഇയറിൽ അഖിലയ്ക്കും ആ ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷെ ഇഫ് നോട്ട് പഠിക്കുന്ന ടൈമിൽ തന്നെ അല്ലെങ്കിൽ തന്നെ ഇറ്റ്സ് ഹൈലി ലൈക്ലി നല്ല ചാൻസ് ഉണ്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ആ ഡോക്ടറൽ എക്സ്റ്റൻഷൻ സ്കീം 2 years PhD കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്ക് 2 വർഷത്തില് ഇവിടെ ടീച്ചിങ് ഓപ്പർച്യൂണിറ്റീസും ഇതുമെല്ലാം കിട്ടാനായിട്ടും എളുപ്പമാണ് അഖിലയ്ക്ക്. ഇറ്റ്സ് നോട്ട് ടു ഡിഫിക്കൽട്ട്. Thank you, ma'am. No problem. Anyone else, guys? എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. I mean, don't hesitate. No one is going to judge you, so you can ask if you have any questions. Hi, can you hear me? Hello, everyone. Yeah, yes. Okay, fine. ഇപ്പോൾ ഒരു കുട്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നല്ലോ, കുട്ടിയുടെ പേരെന്തായിരുന്നു? അഖില അല്ലേ? അഖില സലാം. അഖിലയ്ക്ക് എന്താണ് ഡൗട്ട് എന്ന് പറഞ്ഞത്? MCOM പഠിച്ചു കഴിഞ്ഞാൽ PhD പുറത്ത് ചെയ്യണം എന്നുണ്ട് സാർ. അപ്പൊ ഞാൻ സാധാരണ നമ്മളിപ്പം ഈ അക്കൗണ്ടൻസി കോഴ്സ് എടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കൂടുതൽ നമ്മൾ വരുന്നത് MCOM കഴിഞ്ഞ സ്റ്റുഡൻസ് വരുമ്പോഴത്തേക്ക് ACC റൂട്ടിലായിരിക്കും വരുന്നത്. ACC റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത് കേട്ടിട്ടുണ്ടോ? അതായത് CA കണ്ടക്ട് ചെയ്ത കോഴ്സാണത്. ഹലോ അഖില, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാർ. അപ്പൊ നമ്മളകത്ത് വരുമ്പോഴത്തെ PhD നമ്മൾ ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കണം. ഈ റിസർച്ച് പ്രപ്പോസൽ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഒരു 6 മാസത്തിന് മേൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് നമ്മൾ ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റിയും ഡയറക്റ്റ് PhDയിലോട്ട് അവർ കമ്മിറ്റ് ചെയ്യത്തില്ല. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത് ഇവിടെ പഠിച്ച കുട്ടികൾ, അതായത് ഇവിടെ പഠിച്ച മാസ്റ്റേഴ്സ് പഠിച്ച കുട്ടികൾ, ജോസഫ് അല്ലെങ്കിൽ റൊസാലിയോ അങ്ങനെ പഠിച്ച കുട്ടികൾ അവരുടെ PhD കഴിഞ്ഞതിന് ശേഷമാണ് അവർ നോക്കുന്നത്. PhD ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ് കൂടുതൽ നോക്കുന്നത്, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെ കുറവാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് മോർ ദാൻ 1 year നമ്മൾ വെയിറ്റ് ചെയ്യണം, നമ്മൾ ഡയറക്റ്റ് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് PhDയിലോട്ട് വരാനായിട്ട്. അപ്പൊ നമ്മൾ അതിന് പകരമായിട്ടാണ് ഇപ്പൊ കുട്ടികൾ ചെയ്യുന്നത് പറയുന്നത് വെച്ചാൽ, ഇപ്പം ചില കുട്ടികൾ ഇപ്പം പറഞ്ഞില്ലേ MCOM എടുത്തു കഴിഞ്ഞ ശേഷം തന്നെ നമുക്ക് വേണമെങ്കിൽ അതിന് MCOM എടുത്ത് നമുക്ക് MBAക്ക് വരാം. MBAക്ക് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് ജനറലായി MBA വരാം നമുക്ക്, അല്ലെങ്കിൽ MSc ഇന്റർനാഷണൽ ബിസിനസ് വരാം. അങ്ങനെ വന്നതിന് ശേഷമാണ് നമുക്ക് പെട്ടെന്ന് അതായത് PhD റൂട്ടിലോട്ട് പോകാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മാർഗം അതാണ് നോക്കുന്നത്. അപ്പം അഖില നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖില ഇപ്പം ഒരു ഡിഗ്രി ചെയ്യണം എന്നാണ്. അതാണ് അല്ലെ, ഇത് കിട്ടും. പക്ഷെ അവർ മോർ ദാൻ 1 year വെയിറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലോട്ട് നമ്മൾ റിസർച്ച് പ്രപ്പോസൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അവരത് നോക്കിയെടുത്ത് വരുമ്പോഴത്തേക്ക് 6 month 1 year മേലാവും. അപ്പൊ അതിന് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി ക്ലിയറൻസ്, അതായത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് ഇവിടെ PhD കണ്ടിന്യൂ ചെയ്യുന്നത് വളരെ ഈസിയാണ്. അപ്പൊ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അവർ എൻട്രി ചെയ്യിക്കാറില്ല PhDയിലേക്ക് ഡയറക്റ്റ് വരുത്താനായിട്ട്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് കേട്ടോ. Okay, sir. Thank you. Hello, sir. ഹലോ, എൻ്റെ പേര് റിയാസ് എന്നാണ്. സാർ, ഞാനിപ്പം ഇക്ബാൽ കോളേജിൽ തന്നെ BA ഇംഗ്ലീഷ് ഡിഗ്രി എടുത്ത് ചെയ്യുകയാണ്. അപ്പോൾ PG ലിറ്ററേച്ചറിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കാണും, യൂറോപ്യൻ കൺട്രീസിൽ കാണുന്നൊരു ഫീ സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. PG ലിറ്ററേച്ചർ ചെയ്യാനായിട്ടുള്ള ഇപ്പൊ ഈ സന്ദീപ് സാർ പറഞ്ഞ ആ ഒരു റൂട്ട് തന്നെയായിരിക്കും ഇതിന് പ്രിഫർ ആവുന്നത്. കാര്യം ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനായിട്ട് ഇവിടെ ലിറ്ററേച്ചർ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഒരു പ്രപ്പോസലാണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പോലെ നമ്മളിപ്പോൾ ഏതിലാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ട് ആദ്യമേ നമ്മളൊരു ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ഇപ്പോൾ റിയാസിന് ഇഷ്ടപ്പെട്ട മീൻസ് ആ ഒരു സ്ട്രീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ആദ്യം റിസർച്ച് നടത്തണം.
റിയാസ് ഏത് ലിറ്ററേച്ചർ ഇപ്പൊ ഏതിൽ ചെയ്യാനായിട്ടാണ് PG? എന്താണ് സർ? ഹലോ, ഇപ്പൊ PG ഏതിൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഇപ്പോൾ ലിറ്ററേച്ചർ ഏതാ പഠിക്കുന്നത്? ലിറ്ററേച്ചർ ചെയ്യാനാണ്. അപ്പം കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. PG ഓ, ലിറ്ററേച്ചർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ റിയാസ്, ആ ഇറ്റ്സ് മീ സന്ദീപ്. ഓക്കെ റിയാസ്, റിയാസിന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ലിറ്ററേച്ചർ ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ ആണ്. അപ്പം റിയാസ് ഇപ്പൊ പഠിച്ചിരിക്കുന്നത് BA ഇംഗ്ലീഷ് അല്ലേ? BA കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്. BA കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് കഴിയുമ്പോഴത്തേക്ക് റിയാസിനും വേണമെങ്കിൽ 1-2 റൂട്ടിൽ പോകാം. ഒന്നില്ലെങ്കിൽ MA ഇംഗ്ലീഷിൽ പോകാം, അല്ലെങ്കിൽ MA MED പോകാം. അതായത് ഇപ്പൊ PGDC എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PG കോഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് വന്നിട്ട് നാട്ടിലെ BEd പകരം ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ ടീച്ചിങ് പ്രൊഫഷൻ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നമ്മുടെ അൻകിത അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഇമെയിൽ അതിനകത്ത് ഞങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ അല്ലെങ്കിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇന്നർ ലണ്ടനിലുള്ള ഔട്ടർ ലണ്ടനിൽ ഉള്ളത് അതിനെക്കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ റിയാസിന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സാർ, ഇപ്പൊ ചില കോഴ്സസിന് ചിലപ്പോൾ ഞാൻ നാട്ടിൽ തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ UGC ചിലപ്പം ചില കോഴ്സിന് എത്ര ഇയേഴ്സ് ഉണ്ടെന്നൊരു എലിജിബിൾ ചോദിക്കുള്ളൂ. അപ്പൊ ടീച്ചിങ് പ്രൊഫഷനിലാണ് വരുമ്പോൾ നെറ്റ് ഒക്കെ എഴുതണമെങ്കിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടോ? ഓക്കെ ഫൈൻ. ഇപ്പൊ നമ്മളിപ്പം റിയാസ് ഇംഗ്ലീഷ് പഠിച്ചത് MA ലിറ്ററേച്ചറിന് നമ്മൾ MA ലിറ്ററേച്ചർ ഇവിടെ MA അതിന് വേണ്ടിയിട്ട് UK ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് ഇവിടെ സെറ്റിൽ ചെയ്യാനായിരിക്കും കൂടുതൽ റിയാസിന് താല്പര്യം. അത് തിരിച്ച് ബാക്ക് ടു ഇന്ത്യയിലാണോ നോക്കുന്നത്? അല്ലല്ലോ, ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്നില്ല നോക്കുന്നത്. നമ്മൾ കൂടുതൽ സ്റ്റുഡൻസ് ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പോസ്റ്റ് വർക്ക് 2 വർഷം സ്റ്റേ ബാക്ക് ഉള്ളത് കാരണം കുട്ടികൾ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ റിയാസിന് ഇപ്പൊ പറഞ്ഞില്ല, മറ്റേ നേരത്തെ പറഞ്ഞ കുട്ടിയുണ്ട് അഖില. അപ്പൊ നമുക്കിപ്പം ഇപ്പൊ അഖില ചോദിച്ചത് PhD ആരും ചോദിച്ചു. ഇപ്പൊ റിയാസ് വേണമെങ്കിൽ എടുക്കാം, ഈ PhD എടുക്കാം, ലിറ്ററേച്ചർ PhD ചെയ്യാം. പക്ഷെ നമ്മൾ വരുന്ന കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് റിയാസിന് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ ഇവർ എന്റർടൈൻ ചെയ്യാത്ത കാര്യം കൊണ്ട് ഇപ്പം MA ഇംഗ്ലീഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം, അതായത് 6 മന്ത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ PhD ചെയ്യാം. കാരണം നിങ്ങളുടെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ലെക്ചറുമായിട്ട് നിങ്ങൾ പറയും. അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസിന് എനിക്ക് അറിയാവുന്നുണ്ട്. അവർ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ റൂട്ടിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് MA ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് കഴിഞ്ഞാൽ MA ലിറ്ററേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് IELTS കേട്ടോ മസ്റ്റാണ്. അതായത് ഓവറോൾ 7 വേണമായിരിക്കും. MA ലിറ്ററേച്ചർ വരാനായിട്ട് ഇംഗ്ലീഷിന് ഓവറോൾ 7 വേണം. അതായത് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടനിലാണ് നല്ല ചോയ്സ് ഉണ്ട്. വരുന്നത് 14,000 അടുത്താണ് പെർ ഇയർ വരുന്നത്. 1 ഇയർ കോഴ്സ് ആയിരിക്കും ഇത്. അതല്ലെങ്കിൽ അതാണ് ഏറ്റവും നല്ല റൂട്ട്. കാര്യം ഇവിടെ വരുമ്പോൾ തന്നെ പിന്നെ ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം, അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് MED ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അവിടെ ഒരു PGC എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇവിടുത്തെ സ്കൂളുകളിൽ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. ഹലോ കേക്കാം. എനിക്ക് പിന്നെ ഈ ഇന്റർനാഷണൽ ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടിയതോ അല്ലെങ്കിൽ റാങ്കിങ്ങിന് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികൾ വേറെ ഏതൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റും? IBM വരെ ചെയ്യാൻ പറ്റും. സന്ദീപ് സാറിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പം IBM ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെഡ്ഫോർഡ്ഷെയർ, യൂണിവേഴ്സിറ്റി ഓഫ് ARU ആംഗ്ലർ യൂണിവേഴ്സിറ്റി, ഇത് രണ്ടും നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പൊ റാങ്കിങ് കൂടുമ്പോഴത്തേക്ക് കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ജനുവരി ഇൻഡേക്കിലേക്ക് വന്നത് മലയാളി കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ഹൈദരാബാദിൽ മോർ ദാൻ 3,000 സ്റ്റുഡൻസ് ആണ് IBM എടുത്തിരിക്കുന്നത്. നമ്മളിപ്പം വേറെ യൂണിവേഴ്സിറ്റിയുടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് IBM വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ വന്നിരിക്കുന്നത് ഹെഡ്ഫോർഡ്ഷെയറിലാണ്. നമ്മളിപ്പോൾ റാങ്കിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഹെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IBM ഇന്റർനാഷണൽ ബിസിനസ് എടുക്കുമ്പോഴത്തേക്ക് IBM പ്ലസ് സാൻഡ്വിച്ച് എന്നാണ് പറയുന്നത്. അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ 1 ഇയർ പ്ലേസ്മെന്റും 1 ഇയർ കോഴ്സുമാണ്. അപ്പൊ നമുക്ക് അതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14,500 ആണ് ഇപ്പോഴത്തെ ഫീസ് സ്ട്രക്ചർ വരുന്നത്. അതിൽ നമുക്ക് അതിനകത്ത് ഏറ്റവും അഫോർഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5,000 നമുക്ക് ഇനിഷ്യൽ പേയ്മെന്റ് ഒന്ന് ചെയ്താൽ മതി. നമുക്ക് നാട്ടിൽ നിന്ന് നമുക്ക് ഇപ്പോൾ സ്റ്റുഡന്റ് വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്
നമുക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് 5,000 നമ്മൾ ഇനിഷ്യൽ പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് CAS തരും, ക്യാഷ് ലെറ്റർ തരും. നമ്മൾ ഈ ക്യാഷ് ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നത്. വിസ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് ക്ലാസ് തുടങ്ങി ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അടുത്ത ഫീസ് സ്ട്രക്ചറിലോട്ട് പോകും. അത് നമുക്ക് ഉടനെ തന്നെ നമുക്ക് ഈ വരുന്ന ഈ ഒരു 8,000 ആണ് വരുന്നത്. ആ 8,000 റിമൈനിങ് ഫീസ് നമുക്ക് ഉടനെ പേയ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അതിന് നമ്മൾ അവിടെ തന്നെ അവർ തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ടീം തന്നെ നമുക്ക് അതിനുള്ള ഒരു ഇൻസ്റ്റാൾമെന്റ് സ്കീം നമുക്ക് ആക്കി തരും. അപ്പൊ ഏറ്റവും എല്ലാ കുട്ടികളും ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിപ്പം ജോസഫ് നേരത്തെ പറഞ്ഞ കണക്ക് 5,000 ജോസഫ് അടച്ചതിന് ശേഷം ഇവിടെ വന്ന് കുട്ടികൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇനിഷ്യൽ എമൗണ്ട് നമ്മളിപ്പോൾ പറയില്ല, ചില കുട്ടികൾ ലോൺ എടുത്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ചില കുട്ടികൾ നമ്മൾ ഓൺ മണി ആയിരിക്കും. അപ്പൊ ബാക്കി വരുന്ന ഫീസ് പറയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാ കുട്ടികളും 99% സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ് ഇവിടെ. അപ്പൊ അങ്ങനെയാണ് എല്ലാ കുട്ടികളും ഇവിടെ വന്നിട്ട് ഫീസ് അടയ്ക്കുന്നത്. അപ്പം നല്ലൊരു യൂണിവേഴ്സിറ്റി ഹെഡ് പോസ്റ്റർ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. Also, just Okay, one more thing, Nizam, ഇപ്പൊ സന്ദീപ് സർ പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ നിസാം ചോദിച്ചു ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഏതാന്ന്. ഒബ്വിയസ്ലി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് നോക്കുവാണെങ്കിൽ യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, ഇതൊക്കെയായിരിക്കും ടോപ്പ് റാങ്കിങ്ങിൽ വരുന്നത്. പക്ഷെ വേറെ ഒരു കാര്യം നിസാം നോക്കുന്നത്, ഇപ്പൊ ഈ ടോപ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ നിസാമിന്റെ ക്വാളിഫിക്കേഷൻസ് വെച്ചിട്ട് അവിടെ അഡ്മിഷൻ കിട്ടുവാണെന്ന് വേണമെങ്കിൽ നോക്കാം. അതാണ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ദി ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദി UK. അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അല്ല നോർമലി എന്ന് വെച്ചാൽ ഹെഡ് ഫോർട്സ് പോലെ 801 ലൈക്ക് റാങ്കിങ് പറഞ്ഞ അതുപോലെ. സോ അതാണ് സന്ദീപ് പറഞ്ഞ മാതിരി ഫോർ ഹെർട്ട്ഫോർഡ്ഷയർ, ആംഗ്ലോ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ്. സോ അത് റെക്കമെൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ അഫോർഡബിൾ ആണ്. അവിടെയുള്ള കോഴ്സ് നിസാമിന് ചെയ്യാൻ പറ്റുന്ന ലൈക് ദി ജനറൽ സ്റ്റുഡൻസ്, ഇന്ത്യയിൽ നിന്നും വേറെ കൺട്രീസും വരുന്ന സ്റ്റുഡൻസും കുറെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. സോ അവിടെ സ്ട്രക്ചറും കോഴ്സിന്റെ സ്ട്രക്ചറും അലൈൻ ചെയ്യുന്ന കാരണമാണ് രണ്ട് യൂണിവേഴ്സിറ്റീസ് പേഴ്സണലി നേരത്തെ സന്ദീപ് സാറും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. കുട്ടികൾക്ക് കൂടുതൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഇതിനകത്ത് ചോദിക്കാൻ പറ്റാതെ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ നമ്പർ ഷെയർ ചെയ്തിട്ട് അവർക്ക് എല്ലാം ചോദിക്കുന്ന കാര്യം നമ്മൾ ഏറ്റവും കാര്യങ്ങൾ അവർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികളും എനിക്കറിയാവുന്നതാണ്. നാട്ടിൽ പല ഏജൻസികൾ ഞാൻ പറഞ്ഞില്ല, വിസ അടിച്ചതിന് ശേഷം നിങ്ങൾ നോക്കിക്കോ, വിസ അടിച്ചതിന് ശേഷം അവർ നിങ്ങൾ മൈൻഡ് ചെയ്തില്ല. കാരണം അവരുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇവിടെ വന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി കിട്ടുന്ന കാര്യം ജോലി കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അക്കോമഡേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ കോവിഡ് സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഞാൻ പറഞ്ഞു ഇവിടെ ഒരുപാട് അസോസിയേഷൻസ് ഉണ്ട്. MUK മലയാളി അസോസിയേഷൻ ഉണ്ട്, കേരള അസോസിയേഷൻ ഉണ്ട്. ഇവരെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത്ര അസോസിയേഷൻ ഇവിടെ ഇരിക്കുന്നത്. സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് ഇപ്പൊ സ്റ്റുഡൻസിന് ഇപ്പോൾ റെന്റ് അടയ്ക്കാൻ പറ്റിയില്ല, അവർ റെന്റിന്റെ അല്ലെങ്കിൽ ലാൻഡ് ലോണുമായിട്ട് പറഞ്ഞിട്ട് പറയും കുട്ടിക്ക് റെന്റ് അടയ്ക്കാൻ പറ്റില്ല, ജോലിയില്ല, ആകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല. അതെല്ലാം ഇതിന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഏജൻസി അല്ലെങ്കിൽ ലണ്ടനിലുള്ള അറിയാവുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലണ്ടനിൽ ഏജൻസി വർക്ക് ചെയ്യുന്നു, അത് നമ്മുടെ കേരളമായിട്ട് തയ്യപ്പുണ്ടോ ശ്രദ്ധിച്ചതിന് ശേഷം അവരുമായിട്ട് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്യുമോ. അപ്പൊ അതിൽ കൂടുതൽ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരും. അതായിരിക്കും നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ. കാര്യം വെച്ചാൽ പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും ആൾക്കാർ, അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങളൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇരിക്കുന്ന ആൾക്കാർ, അപ്പൊ ഞങ്ങളുടെ നമ്പർ കൊണ്ട് ഞങ്ങളെ വിളിച്ചു ചോദിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ ജോബ് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ അക്കോമഡേഷൻ അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുന്ന് വരുമ്പോഴത്തേക്കുള്ള സംവിധാനങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ഞങ്ങൾ തരുന്ന ഇൻഫർമേഷൻ ഒക്കെ ഞങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്ന കാര്യങ്ങളാണ്. അറിയാം, അതിൽ ഞങ്ങൾ പറയുക നിങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഇത്ര % പൈസ തരണം, അവരൊന്നും ഇല്ല, ഇതെല്ലാം ഫ്രീ സർവീസ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഹലോ, താങ്ക് യു എവറിവൺ, ബൈ, ഓൾ ദി ബെസ്റ്റ്.